2 മക്കബായർ അധ്യായം 13. മെനലാവൂസിൻ്റെ വധം. അന്തിയോക്കസ് യുപ്പാത്തോർ യൂദായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് 149 ആണ്ടിൽ യൂദാസിനും കൂടെയുള്ളവർക്കും അറിവ് കിട്ടി. അന്തിയോക്കസിൻ്റെ രക്ഷാകർത്താവും ഭരണ ചുമതലക്കാരനുമായിരുന്ന ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു. ഓരോരുത്തർക്കും 1,10,000 കാലാൾ പടയാളികളും 5,300 കുതിരപ്പടയാളികളും 22 ആനകളും വളഞ്ഞ വാൾ ഘടിപ്പിച്ച 300 രഥങ്ങളുമടങ്ങിയ ഗ്രീക്ക് സൈന്യവും ഉണ്ടായിരുന്നു. മെനലാവൂസും അവനോട് ചേരുകയും വളരെ കൗശലപൂർവ്വം അന്തിയോക്കസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മാതൃരാജ്യത്തിൻ്റെ രക്ഷയെപ്രതിയല്ല, മറിച്ച് തനിക്ക് സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത്. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്തിയോക്കസിൻ്റെ ക്രോധം ഉണർത്തി. ഇവനാണ് സകല കുഴപ്പങ്ങളുടെയും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് അവൻ അയാളെ ബെറോയായിൽ കൊണ്ടുപോയി